എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ ഈ യുവത്വം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയേക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇതിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്? മറ്റുള്ളവർക്ക് കരസ്ഥമാക്കാൻ കഴിയാത്ത അള്ളാഹുവിന്റെ ഇഷ്ടവും പ്രീതിയും യുവാക്കൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുശ് ശബാബ്, ഇന്നല്ലാഹ യുഹിബ്ബുശ് ശാബ. ഒരു യുവാവിനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്. യുഫ്നി ശബാബഹു ഫീ തഅത്തില്ലാഹ്, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലായിട്ട് അവന്റെ യുവത്വത്തെ വിനിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാൻ മറ്റുള്ളവരെക്കാൾ അവനിക്ക് എളുപ്പമാണെന്ന് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നേരായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു യുവാവ്, എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു യുവാവ്, എന്റെ ജീവിതത്തെ സംബന്ധിച്ച് എനിക്കുള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണമെന്ന് ആലോചിക്കുന്ന ഒരു യുവാവ്, നേരായ മാർഗത്തിൽ ചലിക്കാൻ വേണ്ടി ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളം ആ യുവാവിലേക്ക് ചൂണ്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അഭിമാനം പറയുമെന്ന് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള യുവാവിലേക്ക് നോക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പവർ പറയും, അഭിമാനം പറയും. ഉൻദുറൂ ഇലാ അബ്ദീ, നോക്കൂ എന്റെ അടിമയിലേക്ക്. അവന്റെ ആ കഴിവും പ്രസരിപ്പുമുള്ളതായ സമയം എനിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? തറക ശഹ്വതഹു ലി അജലി, അവനിക്കുമുണ്ട് ആഗ്രഹങ്ങൾ. അവന്റെ സമപ്രായക്കാരായ ആളുകൾ മറ്റുള്ളതായ തിന്മകളിലേക്കും വേണ്ടാത്തരങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും അതിലേക്കൊക്കെ പോവുകയും ചെയ്യുമ്പോ എനിക്ക് വേണ്ടിയാണ് അവർ ആ ജീവിതത്തെ ക്രമീകരിച്ചത്. ഉൻദുറൂ ഇലാ അബ്ദി, അല്ലയോ മലക്കുകളെ എന്റെ അടിമകളിലേക്ക് നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അഭിമാനം പറയുന്നു മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഹാദാ അബ്ദി ഹഖ്ഖാ, ഇവനാണ് യഥാർത്ഥ എന്റെ അടിമ, ഇതാണ് എന്റെ യഥാർത്ഥ അടിമ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നതാണെന്നാണ്. ബഹുമാനികളെ, നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമുദായത്തിന്റെ യുവാക്കളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ മക്കളുടെ റോൾ മോഡലുകൾ ആരാണ്? ഫുട്ബോൾ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും മാത്രമല്ല, വേടനും ഡാബ്സിയുമെല്ലാം ഇന്ന് ഹരമായിട്ട് മാറിയിരിക്കുന്ന സാഹചര്യങ്ങളാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എവിടെയാണ് നമ്മുടെ യുവാക്കളുടെ മനസ്സിന്റെ സാന്നിധ്യം, മനസ്സിനെ സമർപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? യുവാക്കളും മാത്രമല്ല, യുവതികളും. ബഹുമാനികളെ, ഇതെല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരുമെന്ന് നാം ചിന്തിക്കുക. നേരായ മാർഗത്തിലൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ നാളെ അർശിന്റെ തണൽ കിട്ടാൻ അതിന് എന്ത് ചെയ്യും, നമുക്ക് സാധിപ്പിച്ചു തരുന്നതാണ്. ഇല്ലെങ്കിലോ അള്ളാഹുവിന്റെ കഠോരമായ ശിക്ഷ നമ്മിലേക്ക് വരുന്നതിനെയാണ് നാം ഭയക്കേണ്ടത്. ഒരിക്കൽ മഹാനായ ബഹ്ലൂൽ റഹ്മത്തുള്ളാഹി അലൈഹി ബസ്രയുടെ തെരുവീതിയിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. ബഹ്ലൂൽ റഹ്മത്തുള്ളാഹി അലൈഹി